പ്രവാസി വാർത്തയിലേക്ക് സ്വാഗതം. സഹ പൈലറ്റ് ബോധരഹിതനായതിനെ തുടർന്ന് വിമാനം ആകാശത്ത് തനിയെ പറന്നത് 10 മിനിറ്റ്. ലുഫ്താൻസ എയർലൈൻസിന്റെ വിമാനമാണ് 10 മിനിറ്റ് നേരം ആകാശത്ത് പറന്നത്. വിമാനത്തിൽ 199 യാത്രക്കാരും 6 ജീവനക്കാരുമാണ് ഉണ്ടായിരുന്നത്. 2024 ഫെബ്രുവരി 17 നടന്ന സംഭവത്തിന്റെ വിവരങ്ങളാണ് സ്പാനിഷ് വിമാന അതോറിറ്റിയുടെ അന്വേഷണത്തിലൂടെ പുറത്തുവന്നത്. ജർമ്മനിയിലെ ഫ്രാങ്ക്ഫർട്ടിൽ നിന്ന് സ്പെയിനിലെ സെവില്ലയിലേക്ക് പോവുകയായിരുന്നു ലുഫ്താൻസ വിമാനം. പൈലറ്റ് ശുചിമുറിയിൽ പോയ സമയത്ത് കോക്പിറ്റിൽ വെച്ച് സഹ പൈലറ്റ് ബോധരഹിതനാവുകയായിരുന്നു. തുടർന്ന് 10 മിനിറ്റ് നേരം പൈലറ്റിന്റെ നിയന്ത്രണത്തിലല്ലാതെ എയർബസ് A321 വിമാനം പറന്നു. സഹ പൈലറ്റ് അബോധാവസ്ഥയിലായെങ്കിലും വിമാനം ഓട്ടോ പൈലറ്റ് മോഡിലേക്ക് മാറിയിരുന്നു. ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് തന്നെ വിമാനം ഓട്ടോ പൈലറ്റ് മോഡിലേക്ക് മാറുന്നതാണ് രീതി. ശുചിമുറിയിൽ നിന്ന് തിരികെ വന്ന പൈലറ്റ് കോക്പിറ്റിലേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ചുവെങ്കിലും സാധിച്ചിരുന്നില്ല. തുടർന്ന് ക്രൂ അംഗങ്ങൾ സഹ പൈലറ്റിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും അതും പരാജയപ്പെട്ടു. ഒടുവിൽ അടിയന്തര ഘട്ടത്തിൽ വാതിൽ തുറക്കാൻ അനുവദിക്കുന്ന കോഡ് ടൈപ്പ് ചെയ്താണ് പൈലറ്റ് കോക്പിറ്റിലേക്ക് പ്രവേശിച്ചത്. തുടർന്ന് വിമാനം മാഡ്രിഡിൽ അടിയന്തരമായി ലാൻഡിംഗ് നടത്താൻ പൈലറ്റ് തീരുമാനിക്കുകയായിരുന്നു. തുടർന്ന് അബോധാവസ്ഥയിലായ സഹ പൈലറ്റിനെ ആശുപത്രിയിലേക്ക് മാറ്റി. ഇതിനിടെ കുവൈറ്റ് രാജ്യാന്തര വിമാനത്താവളത്തിൽ യുവതിയെ വിമാനത്തിൽ കയറുന്നതിന് തൊട്ടുമുമ്പ് കാണാതായി. ഫിലിപ്പീൻസിലെ ഗാർഹിക തൊഴിലാളിയെയാണ് മനിലയിലേക്കുള്ള വിമാനത്തിൽ കയറുന്നതിന് മുൻപായി കാണാതായത്. സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉടൻ തന്നെ സ്ഥലത്തെത്തി തിരച്ചിൽ ആരംഭിക്കുകയും അലർട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു. നാട്ടിലേക്ക് പോകുവാനായി കുവൈറ്റിലെ വിമാനത്താവളത്തിലെത്തിയ യുവതിയെ ബോർഡിംഗ് ഗേറ്റ് അടയ്ക്കുന്നതിന് തൊട്ടു മുൻപായാണ് കാണാതായത്. സുരക്ഷാ ഉദ്യോഗസ്ഥർ നടത്തിയ തിരച്ചിലിൽ വിമാനത്താവളത്തിലെ ശുചിമുറിയിൽ നിന്നാണ് ഇവരെ കണ്ടെത്തിയത്. എന്നാൽ യുവതിയുടെ പെട്ടെന്നുള്ള തിരോധാനത്തിന് പിന്നിലെ കാരണം വ്യക്തമാക്കാൻ അധികൃതർ തയ്യാറായില്ല. എന്നാൽ നിയമപരമായ ലംഘനങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. തുടർന്ന് ഇവർക്ക് മറ്റൊരു വിമാനത്തിൽ യാത്ര ചെയ്യാനുള്ള ക്രമീകരണം അധികൃതർ ചെയ്തു കൊടുത്തു. മനിലയിലേക്ക് പുറപ്പെടാനിരുന്ന ഫിലിപ്പിനോ ഗാർഹിക തൊഴിലാളി വിമാനം പുറപ്പെടുന്നതിന് തൊട്ടുമുൻപാണ് അപ്രത്യക്ഷയായത്. കുവൈറ്റ് വിമാനത്താവളത്തിൽ ഇത് ഏറെ ആശങ്കയ്ക്കാണ് ഇടവച്ചത്. ഈ സ്ത്രീ പതിവ് വിമാനത്തിലാണ് നാട്ടിലേക്ക് പോകേണ്ടിയിരുന്നത്. സുരക്ഷാ വൃത്തങ്ങൾ പറയുന്നതനുസരിച്ച് പതിവ് വിമാനത്തിൽ രാജ്യം വിടാൻ തീരുമാനിച്ചിരുന്ന സ്ത്രീ ബോർഡിംഗ് ഗേറ്റ് അടയ്ക്കുന്നതിന് തൊട്ടുമുൻപ് അപ്രത്യക്ഷയായി. ഉടൻ തന്നെ തിരച്ചിൽ ആരംഭിച്ചു. ഒടുവിൽ വിമാനത്താവളത്തിലെ വിശ്രമമുറിയിൽ നിന്ന് ഇവളെ കണ്ടെത്തി. ഇവരുടെ പെട്ടെന്നുള്ള തിരോധാനത്തിന് പിന്നിലേക്കാണ് വിശദീകരിക്കാൻ ഫിലിപ്പീൻസ് വിസമ്മതിച്ചു. സ്ത്രീയുടെ സുരക്ഷ ഉറപ്പാക്കാനായി സുരക്ഷാ ഉദ്യോഗസ്ഥർ സ്റ്റാൻഡേർഡ് നടപടിക്രമങ്ങൾ പാലിച്ചു. നിയമപരമായ ലംഘനങ്ങളൊന്നും ഉൾപ്പെട്ടിട്ടില്ലെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. കൂടുതൽ അനിഷ്ട സംഭവങ്ങളൊന്നുമില്ലാതെ അവരുടെ യാത്ര പുനഃക്രമീകരിച്ച് മറ്റൊരു വിമാനത്തിൽ പൂർത്തിയാക്കി. സ്ത്രീ തന്റെ പെരുമാറ്റം വിശദീകരിക്കാൻ വിസമ്മതിച്ചുവെങ്കിലും ഭരണപരമായ ആവശ്യങ്ങൾക്കായി സംഭവം ഔദ്യോഗികമായി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് സ്രോതസ് കൂട്ടിച്ചേർത്തു.